ഒരു വണ്ടി. ഇത് കൊടുക്കാനുള്ള വണ്ടി തന്നെയാണ്. ഇത് 2002 മോഡൽ വരുന്ന. അത് അതിൻ്റെ സിവിലിയൻ 550 MDI വരുന്ന 4 വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് ഹബ്ബ് അത് കാണുന്നത്. പിന്നെ ആക്സിൽ ഫ്രീ ഹബ്ബ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ. പിന്നെ വണ്ടി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ. വണ്ടീൻ്റെ ബോഡി കണ്ടീഷൻസൊക്കെ ഒന്ന് നോക്കി നോക്കണം. ഈ സൈഡ് ഇങ്ങനെ വരുന്നത് 2-3 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ബാക്കിൽ നിന്ന് അതങ്ങനെ സിവിലിയൻ ഇതിൽ 550 MDI എന്നാണ് അത് ഒട്ടിച്ചാണ്. 500 ഉള്ളൂ. ബാക്കിൽ ഒരു ഹുക്ക് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഹുക്കാണ്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഡീസൽ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഡ്രൈവർ സീറ്റിൻ്റെ ഏകദേശം ഈ സൈഡ് വ്യൂ. ബാക്കിൽ മാത്രമേ ഉള്ളൂ ഡോറ്. പിന്നെ എയർ വിൻഡോസ് അടച്ചിട്ടുണ്ട്. ഏകദേശം ഇതാ ഇങ്ങനെയാണ് ലുക്ക് വൈസ് വരുന്നത്. ഇത് സെയിലിനുള്ളതാണ്. അത് താല്പര്യമുള്ളവർ അടിയിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അയച്ചാൽ ഞാൻ ഇൻറ്റീരിയറിൻ്റെ കൂടി കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ വെച്ചപ്പം കഴുകി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഓടിയ കണ്ടീഷനിലൊക്കെ തന്നെയുള്ളത്. അതിന് ബാക്ക് സീറ്റിൽ ഇതാ ഏകദേശം എങ്ങനെയാണ് ബാക്ക് സീറ്റിൻ്റെ അവസ്ഥ. ഓക്കെ, ബാക്കിൽ ഏകദേശം ഒരു 3-6 പേർക്കിരിക്കുക സുഖമായിട്ട്. വലിയ വിഷയം ഉണ്ടാവില്ല. 2002 ഇത് കയറ്റിയതാണ്. 4 വീൽ ഡ്രൈവ് കയറ്റിയതാണ്, കിറ്റ് കയറ്റിയതാണ്. ഇത് സ്റ്റിയറിങ് വരുന്നത്. ഹോൺ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഇതായിട്ട് വരും. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതങ്ങനെ നമ്മളെ കിൽ സ്വിച്ച്. പിന്നെ ഇവിടുത്തെ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ വലിയ തട്ടിക്കൂട്ടി വെച്ചാണ്. ഓക്കെ, പിന്നെ ഇതാ ക്ലസ്റ്റർ ഇതൊക്കെയാണ്. നമ്മുടെ മീറ്റർ, ഫ്യൂവല്, ടെമ്പറേച്ചർ ഉണ്ട്, ഓയിൽ പ്രഷർ ഉണ്ട്, പിന്നെ ആംബിയർ വോൾട്ടേജ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ട്. ഏകദേശം ഇത്ര കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഒരു ഉരുക്ക് വണ്ടി തന്നെയാണ് സിവിലിയൻ 550. നടക്കാം. ഇതൊക്കെ ഒരു ഫീൽ സൗണ്ട് തന്നെയല്ലേ. പണ്ടത്തെ നെസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് വണ്ടി എൻജിൻ റൂം കാണിക്കാം. പൊന്തിക്കണം. 2 പൊന്തിക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബോണറ്റ് ഒന്ന് പൊന്തിച്ചേക്കാം. എന്തോ കുടുങ്ങിയിട്ടുണ്ട്. ഇല്ല, കുടുങ്ങിയിട്ടില്ല. എൻജിൻ റൂം ഇങ്ങനെ വരുന്നത്. എൻജിനൊക്കെ ഉള്ളത്. വേറെ ഒന്നുമില്ല. എൻജിൻ്റെ എക്സോസ്റ്റ് പോകുന്നത്. നമ്മുടെ വാക്യൂം അസിസ്റ്റഡ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതൊക്കെ നമ്മുടെ ബാറ്ററി വരുന്നത്. അത്യാവശ്യം നല്ല ചെറിയ തുരുമ്പുണ്ട്. അതൊന്നും വിഷയമില്ലായിരിക്കും. 2 ബോൾട്ട് മാറ്റും. നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ കേട്ടോ. ഇത് ഏകദേശം 2500 cc ഉണ്ട്. 2.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ്. ഫ്യൂവൽ പമ്പ്. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കണോ? സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. ഷാവി സ്റ്റാർട്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ. ഞാൻ വെറുതെ കീ ഒന്ന് അങ്ങോട്ട് കൊണ്ട് അടിച്ചിടിച്ചാട്ടോ, ഒന്ന് ഒരു മൂഡ് വരാൻ വേണ്ടിയിട്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. വർക്കിംഗ് കണ്ടീഷൻ അടിപൊളി, സ്മൂത്താണ്. എയർ ഇൻടേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വലിയുണ്ട്. നാച്ചുറൽ ആക്കി ഡിപ്സ്റ്റിക്കുകളാണെങ്കിൽ വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ അത് വലിച്ചോളും. ഡീകംപ്രഷൻ ഒന്നുമില്ല, വേറെ തുറമ്പൊന്നുമില്ല. കറക്റ്റായിട്ട് ആൾട്ടർനേറ്റർ ഇവിടെ സ്റ്റാർട്ടിങ് വെൻഡക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് മോട്ടറും കാര്യങ്ങളും. 4 ടയറും ഏകദേശം ഒരു 80% ഉണ്ട്. ഏകദേശം 80% മുകളിലുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവ് ഗിയറൊക്കെ സ്മൂത്താണ്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ ഒന്നും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്തിട്ട് കാര്യമില്ല. വാട്സപ്പിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചാൽ ഫോട്ടോസും കാര്യങ്ങളും. അതിൻ്റെ ഫ്യൂസ് സ്വിച്ചിൻ്റെ കവറ് പോയിട്ടുണ്ടോ? ഇവിടെ സാധാരണ ഒരു കവറായിരുന്നു. കൂളൻ്റ് നോക്കണം നമുക്ക്. കൂളൻ്റ് നോക്കാം എല്ലായിടത്തും. വണ്ടി ഒന്ന് ഓഫാക്കിയിട്ട് കൂളൻ്റ് നോക്കാം.
വണ്ടി ഓഫാക്കുന്നത് ഒരു ഭയങ്കര ഫീലാണ്. നമ്മുടെ കിൽ സ്വിച്ച് ഇങ്ങനെ പിടിക്കുക, കിൽ സ്വിച്ച് കൊണ്ട് വലിക്കുക. കൂളൻ്റ് ഇതാണ് കേട്ടോ, വാട്ടർ ലിക്വിഡ് കൂളൻ്റ്. നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളത്, വേറെ ഓയിലും വലിയ മഴ ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തിൻ്റെ ചെറിയ തുരുമ്പുകാരനാണ് ആ ചോപ്പ് കളറെ കൈമിലൊക്കെ വന്ന്. നല്ല സാധനം, ഫോക്കസ് വരുന്നില്ല. നല്ല ഡിഫറൻഷ്യൽ ഇത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ. അതിൻ്റെ ഡ്രൈൻ, ഇതതിൻ്റെ ഡ്രൈൻ കോക്ക, ഓയിൽ ഡ്രൈൻ. അപ്പോൾ വണ്ടീനെ കുറിച്ച് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇനി ആർക്കെങ്കിലും പുറത്തുനിന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരിക്കോട്ടെ വെച്ചിട്ടാണ്. ഏതായാലും ഏകദേശം വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കുറച്ച് ടെക്നിക്കൽ ടേംസ് എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് പറയുന്നുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കേട്ടോക്കെ. നമുക്ക് എൻജിൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ എൻജിൻ ഒരു 2.5 ലിറ്റർ ഇൻലൈൻ എൻജിനാണ്. ഇൻലൈൻ ഹൊറിസോണ്ടൽ വരുന്ന ഒരു എൻജിൻ. അതിന് തന്നെ 4 സിലിണ്ടേഴ്സ് ഉണ്ട്, 4 സിലിണ്ടേഴ്സ്. നമുക്കിതിൽ ഈ ഇഞ്ചക്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ്, 4 ഇഞ്ചക്ടർ. പിന്നെ ഓരോ സിലിണ്ടറിനും 4 വാൽവ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ 4 വാൽവ് പെർ സിലിണ്ടേഴ്സ് ഉണ്ട്. ഏകദേശം 56 HP പവർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 145 Nm ടോർക്കാണ് ഹൈലൈറ്റ്. 1800 RPM ഇത് കിട്ടും ചെയ്യും. മറ്റേത് HP കിട്ടണമെങ്കിൽ ഒരു 3000 RPM അടുത്ത് വേണം. ഏകദേശം കിലോ വാട്ട് പറയച്ചാൽ 41.5 കിലോ വാട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ്. നല്ല ഫ്യൂവൽ എഫിഷ്യൻസി അങ്ങനെയൊക്കെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്, ടർബോ ചാർജർ ഇല്ല. പിന്നെ ടോർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൈ ലോ എൻഡ് ടോർക്ക് കിട്ടുന്ന ഒരു ടൈപ്പിലാണ് എഞ്ചിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഒക്കെ രീതി വരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് മോട്ടർ ഇതൊക്കെ അടി ഭാഗത്താണ്. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. സ്റ്റാർട്ടിങ് മോട്ടർ ഞാൻ ഫ്ലാഷും കൂടി നോക്കാം. സ്റ്റാർട്ടിങ് മോട്ടർ ഉണ്ട്. പിന്നെ ഇതിന് പണ്ടൊക്കെ കൊടുത്തിരുന്നു മറ്റേ ക്രാങ്കിങ്ങിൻ്റെ ഇത്, മാനുവൽ ക്രാങ്ക് ചെയ്യാൻ ബാക്കപ്പ് ഓപ്ഷൻ പോലെ. ഏതെങ്കിലും നമ്മളേതെങ്കിലും റിമോട്ട് ഏരിയയിലൊക്കെ കുടുങ്ങിയാൽ അതങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം വരുന്നത് ഒരു റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സിസ്റ്റമാണ് വരുന്നത്. ഇത് എവിടെയായിട്ട് വരുന്നത് ഇവിടെ നിന്നിട്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലിങ്കേജ് മെക്കാനിക്സാണ് ടയറിലോട്ട് കണക്ട് ചെയ്യുന്നത്. ടയറിലോട്ട് ഇവിടെ നിന്ന് കണക്ട് ഇവിടെ നിന്ന് വന്നിട്ട് എൻ്റെ എക്കാലത്തെയും ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ലീഫ് വിത്ത് ഷോക്ക് അബ്സോർവർ. നല്ല ഡ്യൂറബിൾ, നല്ല അത്യാവശ്യം റഫ് ടെറൈനിലൊക്കെ അത്യാവശ്യം നല്ല സുഖമാണ്. മീൻസ് ഉള്ളിലിരിക്കുന്ന ആൾക്ക് വലിയ ഗുണമില്ലെങ്കിലും, പക്ഷെ വണ്ടി നമുക്ക് എങ്ങനെയും കയറ്റി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്തും ചെയ്യാൻ. ഒരു സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്ങാണ് വരുന്നത്, വിത്ത് ഷോക്ക് ഉണ്ട്. ഇത് നല്ല കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ഇതാണ് ഓഫ് റോഡിന് പറഞ്ഞാൽ, ഓഫ് റോഡ് കണ്ടീഷനിൽ റഫ് ടെറൈനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മഹീന്ദ്ര ഇത് ഡിസൈൻ ചെയ്തത്. ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. എന്നിട്ട് ഹബ്ബ്, അത് നേരത്തെ അത് കാണിച്ചിട്ടുണ്ട്. ഫ്രീ ഹബ്ബ് നമ്മൾ മാനുവലി എൻഗേജ് ചെയ്താൽ മതി, ഡിസൈൻ ചെയ്താൽ ഫ്രണ്ട് ആക്സിൽ ഒഴിഞ്ഞു കിട്ടും. അത് റോഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കിയിരുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാര്യം വരുമ്പോൾ ബ്രേക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബ്രേക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. അത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ വരുന്ന ഒരു ടാൻഡം മാസ്റ്റർ സിലിണ്ടർ ഉണ്ട് ഇവിടെ. ഹൈഡ്രോളിക് അല്ല, ഇതിൽ അസിസ്റ്റഡാണ്, വാക്വം അസിസ്റ്റഡ് ടാൻഡം മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന ഒരു വണ്ടി. then അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് സാധാരണ .3 .4 ഒക്കെയാണ് ഗ്രേഡ് വരുന്നത്. എഫക്റ്റീവാണ്. ലോ സ്പീഡിൽ എന്താണെന്ന് വെച്ചാൽ ലോ സ്പീഡിലും ഹൈ ടോർക്കിലൊക്കെയാണ് ഈ പൊതുവെ ഈ ജീപ്പിൻ്റെയൊക്കെ ഇത് വരുന്നത്. ബ്രേക്കിംഗ് നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ. നല്ല ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യില്ല. ഒരു ലോ സ്പീഡ് ഹൈ ടോർക്കിലൊക്കെ വർക്ക് ചെയ്യും. അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് ഫോണതൊക്കെ. ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ വയ്യില്ലാത്തതുകൊണ്ട് വെറുതെ തന്നെ ക്ലച്ച് പെഡൽ കാണിക്കുന്നുണ്ട്. ഇത് 2 തൂക്ക് പെഡലാണ് ക്ലച്ചും ബ്രേക്കും. ക്ലച്ച് ഏകദേശം സിംഗിൾ പ്ലേറ്റ് ഡ്രൈ ക്ലച്ചാണ് വരുന്നത്. ഒരു ലിങ്കേജ് മെക്കാനിക്കൽ ആണ് സാധനം, ഒരു ഫുള്ളി ലിങ്കേജാണ്. പിന്നെ അതിന് കൊടുക്കാൻ കുറച്ച് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെറുതെനായിട്ട് ഒരു ഇതിന് വെക്കാറുണ്ട്. വെറുതെനല്ല, അതിൻ്റെ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അത് നല്ല ഡ്യൂറബിളാണ്. പിന്നെ ഈസി മെയിൻ്റെനൻസ് ആണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം നേരത്തെ ട്രാൻസ്ഫർ കേസും ഇതൊക്കെ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അത് തന്നെയാണ്. എന്തായാലും ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബ് ഇതാണ്. അത് ഏകദേശം 4 സ്പീഡാണ് വരുന്നത്. 4 സ്പീഡ് മാനുവൽ എല്ലാം വിൽക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഗിയർ ലോ ഗിയർ എല്ലാം എന്താണ് കോൺസ്റ്റൻറ്റ് മെഷറും, ബാക്കിയെല്ലാ ഹൈ ഗിയറുകളും ഷിങ്ക്രോ മെഷറെല്ലാം വരുന്നത്. നല്ല ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ഗിയർ റേഷ്യോ ആണ് ഇതിൽ സാധാരണ അന്നേ കൊടുത്ത്. അത്യാവശ്യം നമുക്ക് മലയോര ഏരിയയിലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത വണ്ടി അത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതുപോലെ ഡിഫറൻഷ്യൽ നോക്കി നോക്കാം അല്ലേ. ബാക്ക് ഡിഫറൻഷ്യൽ ഒരു ഹൈപ്പോയിഡ് ഗിയർ സിസ്റ്റമാണ് വരുന്നത്. ഡിഫറൻഷ്യൽ വരുന്നത്
അതുകൊണ്ട് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ രണ്ട് വീലിലേക്കും ബെറ്ററായിട്ട് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന ടൈപ്പ്. അത് അന്ന് പണ്ടത്തെ രീതിയാണ്. മലയോര പ്രദേശങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ രണ്ട് ടയറിലേക്കും ഈക്വൽ വീതത്തിൽ കൊടുക്കാനും പിന്നെ നല്ല ഡിഫറൻഷ്യൽ റിലയബിളാണ്. എത്ര കാലം നിൽക്കാതെ പോകും. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പിനിയനും ഇതിൻ്റെ സൺ ഗിയറും നമ്മളെ വലിയ ഗിയറുണ്ടല്ലോ ക്രൗൺ വീലൊക്കെ അത്യാവശ്യം ഇതിലുള്ള പവറിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അത്രയും ലോഡ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഓവർ എഞ്ചിനീയറാണ് കുറേയൊക്കെ. ആവശ്യമില്ല, ഞാൻ എന്നാൽ പറയുന്നതാണ്. ലൈറ്റ് വരുന്നത് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് വരുന്നത് ഹാലജൻ സീൽഡ് ബീം ലൈറ്റ്സ് ആണ്. പിന്നെ ടെയിൽ ലൈറ്റ്സ് വരുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ള ബേസിക് ഇൻകാൻഡസൻ ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ കുറച്ച് ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്സ്, അങ്ങനെ ഓപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ വരുന്നത് ഒരു ഇതിൽ വരുന്ന CH4 ഗ്രേഡിൽ വരുന്നൊരു സാധാരണ പറയൽ ഇങ്ങനെ 50W AP 40 APA അങ്ങനെ ഒരു ഗ്രേഡ് പറയുന്ന സാധനം. പിന്നെ എഞ്ചിൻ ഓയിലും ഇതൊക്കെ തന്നെ SI ഗ്രേഡിൽ വരുന്നത്, SI 90 വരുന്ന ഡിഫറൻഷ്യൽ ഓയിലും എഞ്ചിൻ ഓയിലൊക്കെ. എഞ്ചിൻ ഓയിലും 90, ഡിഫറൻഷ്യൽ ഓയിലിൽ 90 ഹൈ പവേർഡ് ഗിയർ ഓയിൽ എന്ന് പറയാം. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഡോറ് ബാക്കിലുള്ള ഡോറുള്ളൂ വെറുതെ തന്നെ. ഇനി എല്ലാം പറയുന്നതിനെ കുറിച്ച് പറയാമല്ലോ. സിമ്പിൾ മെറ്റൽ ഡോറാണ്, അത്യാവശ്യം നല്ല റോബസ്റ്റ് ഡിസൈനാണ്. നമുക്കിങ്ങനെ ഒരു മാസി ഫീൽ വരും. ക്ലിക്ക് ആ സൗണ്ട് കൊണ്ട് വരുന്ന ഒരു ടൈപ്പ്. സിമ്പിളാണ് എന്ന് വെച്ചാൽ ഈസിയാണ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ. മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വണ്ടിയാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഓഫ് റോഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസാണ്. ഏകദേശം ഒരു 200 പുറത്ത് 200 mm പുറത്ത് 200 ഏകദേശം വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ മതി നിങ്ങൾ. നല്ല റോബസ്റ്റ് ഡിസൈനാണ്, നല്ല റഗ് ടെറൈന് പറ്റിയ ഡിസൈൻ. ഷാസി ആണെങ്കിൽ ലാഡർ ഒരിതാണ്, ബോഡി ഓൺ ഫ്രെയിം ഷാസിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ലാഡർ ടൈപ്പ് ഷാസി. ഇതേപോലെ തന്നെ നല്ല റഗ് റോബസ്റ്റ് ഡിസൈനിൽ വരുന്ന ഒരു സാധനമാണ്. പിന്നെ വാട്ടർ വെയ്ഡിങ് ഇപ്പോൾ കേപ്പബിലിറ്റി പറയുമ്പോൾ ഒരു ഏകദേശം വെള്ളം ഒരു 500 mm വരെ വെള്ളത്തിലൂടെ സുഖമായിട്ട് പോകാൻ കഴിയും. അതിന് ഏകദേശം ഇവിടെയാണ് എയർ ഇൻടേക്ക് വരുന്നത്. 500 mm നമുക്ക് കൊടുക്കാം, ഒരു അര മീറ്ററുള്ള ഏകദേശം. അത്ര തന്നെ ഉള്ളൂ. പിന്നെ കൂളിംഗ് സിസ്റ്റം പറയുക ഒരു റേഡിയേറ്റർ ഉണ്ട്, അതിന് പറ്റിയ കൂളൻ്റ് ഉണ്ട്, ഒരു ഫാനുണ്ട്. അത്ര. ഇലക്ട്രിക്കലി ബാറ്ററി 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് കൂളിംഗ് സിസ്റ്റം പറഞ്ഞു. ഫ്യൂവൽ സിസ്റ്റം ആണെങ്കിൽ ഒന്ന് പറയാം. ഫ്യൂവൽ സിസ്റ്റം ഒരു ഇൻലൈൻ ഫ്യൂവൽ സിസ്റ്റമാണ്. ഇൻലൈൻ പറഞ്ഞാൽ ഇൻലൈൻ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് വരുന്നൊരു സിസ്റ്റമാണ്. ഏകദേശം മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല റോബസ്റ്റ് ഡിസൈനിൽ മഹീന്ദ്ര ഇറക്കിയ ഒരു ചുണക്കുട്ടൻ വണ്ടിയാണ്. 2002 ഇറക്കിയതാണ്. ഇത് ഏകദേശം ഒരു 95 ഏതോ ഒരു ഓട്ടോ ഷോയിൽ ഈ സാധനം ഇറക്കി പൊളിപ്പിച്ചൊരു സാധനമാണ്. എടുക്കുന്നവർക്ക് മുതലാണ്, സാധനം കിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആ നമ്പർ ഞാൻ അടിയിലിട്ടുണ്ട്. ബാക്കി വേറെ ഫോട്ടോസ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി. വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ അതിൽ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണിക്കാൻ. ഞാൻ ഒരു POV ഒക്കെ സെറ്റാക്കി സാധനം സീനാണ്. നിങ്ങൾ ഇതയച്ചാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഓടിക്കാൻ എൻ്റെ അതിൽ വേറെ എന്തെങ്കിലും വഴി പറഞ്ഞാൽ ആവശ്യം വരില്ല. നിങ്ങൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ മതി. എന്നാൽ ഞങ്ങൾക്ക് നേരിട്ട് കാര്യം തീരുമാനിക്കാമല്ലോ താല്പര്യം ഉണ്ടെങ്കിൽ. എന്തായാലും നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചോദിക്കുക, എന്നാൽ ഞാൻ കാര്യങ്ങൾ ഓടിക്കണതിൻ്റെ എന്താ വെച്ചാൽ വേണ്ട ചെയ്ത് തരും. വില ഞാൻ നേരിട്ട് പറയണ്ടേ.